നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭൂലോകത്തെമ്മാടിയായ അമ്മയുടെ മോൻ ദീപകിന് പോലും തല ഉയർത്തി നടക്കാമെങ്കിൽ എന്താ എനിക്കായിക്കൂടെ? എന്റെ വീട്ടില് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ നടക്കും. അത് എന്റെ ഇഷ്ടം. സബാഷ്, നിന്റെ നാവിനും മൂർച്ച വന്നു. അച്ഛനൊന്ന് തോളിത്തൊട്ടെന്ന് വെച്ച് നീ അങ്ങ് മതിമറന്നു തോന്നുന്നു. അതെ, എന്റെ അച്ഛന്റെയും എന്റെ ഇടയില് ചില മാരണങ്ങള് കറങ്ങി തിരിയുന്നുണ്ടായിരുന്നു. അതിന്റെ വലയങ്ങളൊക്കെ മാറി വരികയാണല്ലോ. എന്താണ് നീ പറഞ്ഞേ? ആഹാ, വന്നല്ലോ അടുത്ത മാരണം. സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ അമ്മ ആരാണെന്ന് നിനക്ക് അറിയില്ല. അറിയാം, നന്നായി മനസ്സിലായെന്നേ. എന്റെ അച്ഛന്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ഇത്തിൽ ചെടികളാ നിങ്ങള്. അച്ഛന്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ അച്ഛനിൽ നിന്നും ഇങ്ങനെ ഇത്രയും നാളും പിണക്കിക്കൊണ്ടിരുന്നതും നിങ്ങളാ. തൽക്കാലം ഞാനീ മനസ്സിലാക്കിയതൊക്കെ പോരെ അമ്മായി? ഇത് തന്നെ ധാരാളമല്ലേ? പതിയെ ദീപക്കെ, നിന്റെ തൊണ്ട പൊട്ടിയപ്പോ ചോര വരുമല്ലോ. എന്തിനാ നീ ഇങ്ങനെ അലർന്ന്? ഇൻഹേലർ മാറിയെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛനത്ര കാര്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നതും എന്നോടിങ്ങനെ സംസാരിക്കുന്നതും. ഞാൻ വേണമെങ്കില് രാജുനോടൊന്ന് റെക്കമെൻഡ് ചെയ്ത് അച്ഛനോടൊന്ന് നിന്റെ കാര്യം സംസാരിക്കാന്ന് പറയാം. ഓർമ്മയുണ്ടല്ലോ, വെറുതെ തടി കേടാക്കണ്ടെങ്കിൽ മാറി നിൽക്ക്. ആ അമ്മായി, ഒന്നും തോന്നല്ലേ. എനിക്ക് കുറച്ചുകൂടി പറയണമെന്നുണ്ടായിരുന്നു. പാല് ചൂടാറുന്നതിന് മുൻപ് അച്ഛന് കൊടുക്കണ്ടേ? ഞാൻ പോട്ടെ അമ്മായി. ഇവളെ ഞാനിന്നും വേണ്ട ദീപക്, ഇൻഹേലർ മാറ്റിയത് നീയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ ഞാൻ വേറെ രീതിയിൽ ഡീൽ ചെയ്തോളാം. നീയൊന്ന് സൈലന്റ് ആവുന്നതാ തൽക്കാലം നല്ലത്. അച്ഛാ, ശരി. രാജു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.